ഹലോ, എന്നിട്ട് രണ്ടാള് ഷോക്കായിട്ടിരിക്കുന്നു. ബ്രെഡ്, മയോണൈസ്, മുട്ട ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് അതൊന്നും ഉണ്ടാക്കി വയ്ക്കാലോ. നമുക്ക് എഗ് മയോണൈസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓക്കെ, എഗ് മയോണൈസ് സാൻഡ്വിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അല്ല അതാ അതിന് വേണ്ടി നമ്മൾ എന്തിലേക്ക് എടുത്തിട്ടുള്ളത്? സബോള, മല്ലിയില, അതുപോലെ ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ബ്രെഡ് വെച്ചിട്ടുണ്ട് ചെയ്യുന്നത്, മയോണൈസ്, അതുപോലെ ബട്ടർ, ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ള വളരെ സിമ്പിൾ. കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്, കുരുമുളക് പൊടി. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതുതന്നെ ഞാൻ ഈ ബൗളിലേക്ക് നമ്മുടെ സബോള കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കും കേട്ടോ. അത് ഞാൻ മല്ലിയില നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ചേർത്തോടുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുട്ട നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അതോ കണ്ടുപിടിച്ചോട്ടാ, എന്നും പറയുന്ന പോലെ തന്നെ വളരെ ചെറിയ പീസുകളാക്കി എടുക്കുക. ഓക്കെ, മുട്ട നമ്മൾ കട്ട് ചെയ്തില്ല, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മയോണൈസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ, കുറച്ച്. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിന്റെ മിക്സ് കേട്ടോ. അപ്പൊ സംഭവം സെറ്റ് തന്നെയാണ്. 10 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റ് നോക്കിയിട്ട് നമ്മള് കാത്തോ നമ്മുടെ ബ്രെഡിലേക്ക് കുറച്ച് സോസ് സോസ് ടൊമാറ്റോ സോസ് കുറച്ച് തേച്ച് കൊടുക്കും കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിൽ നമ്മുടെ എഗ് മിക്സിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, തേച്ചോളും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി, ചെറിയൊരു വ്യത്യാസങ്ങൾ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് 2 ആക്കി എടുക്കാം കേട്ടോ. രണ്ടെണ്ണത്തിന്റെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് ബട്ടർ ഇട്ടിട്ട് ഒന്ന് പാനിലിട്ട് ചൂടാക്കി അത് 2 സൈഡിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, സ്റ്റവ് ഓൺ ചെയ്ത് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മുടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ, അത് 2 സൈഡിൽ നിന്ന് മൊരിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ജസ്റ്റ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും നാർക്കാം. അപ്പൊ ബട്ടറൊക്കെ സൈഡിലൊക്കെ ഇരിക്കുന്നത് ആയിപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ സുഖമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സംഭവമാണ്. കാത്തോ സെറ്റ് ആയിട്ടാ. നീ എവിടെയാ? നമ്മളിത് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് നീ എവിടേക്ക് പോയേ? കഴിക്കണ്ട, നമുക്ക് ടേസ്റ്റ് ആക്കണ്ട. ആയോ സെറ്റായിട്ട് എടുക്കാൻ പോകണ്ട. പാനിൽ നിന്ന് എടുത്ത് നമ്മള് ഇത് കഴിക്കാൻ പോവാണ്. ഓക്കെ,
കണ്ടില്ലേ സംഭവം സെറ്റാണ് നമ്മളെ സോസ് പോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാ നമുക്ക് കഴിക്കാം ടേസ്റ്റ് നോക്കാം കാത്തോ ഓക്കെ അല്ലേ നീ നോക്കാം ഭംഗിക്ക് വേണ്ടിട്ടുണ്ടാ ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ടേ സൂപ്പർ അടിപൊളി നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം കാത്തോ നീ അവിടെ പോയിരുന്നാ ഡെയിലി കാത്തോ പോയിട്ട് അവന്റെ സ്ഥലത്ത് ഡെയിലി സെറ്റാണ് നമ്മളെല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ ഓക്കെ എന്താ സെറ്റ് കണ്ടില്ലേ സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മളൊരു രക്ഷയില്ലാത്ത സാധനം രാത്രി റെഡി ചെയ്യാ അതോ സംഭവം സെറ്റായി പ്ലേറ്റിൽ കട്ട് ചെയ്ത് പീസായിട്ടുണ്ട് സംഭവം ടേസ്റ്റ് കഴിഞ്ഞാൽ സംഭവം കിട്ടും കഴിച്ചാണ് കഴിച്ചു ചെയ്യാൻ പീസിലൊന്നും ചെയ്യുമായിരിക്കും കഴിക്കാനാണ് ചെയ്യാൻ മനസ്സിലേ സൂപ്പർ ഞാൻ ടേസ്റ്റ് നോക്കട്ടെടാ സംഭവം ഒരു രക്ഷയാണ് സംഭവം പൊരിയാണ് ഉള്ളിൽ ആ ക്രീമും മറ്റേ ക്രീം പോലെ ആ മുട്ടയും ആ മയണസൊക്കെ ആ ടേസ്റ്റ് ആയിരുന്നു സംഭവം വിളികളാ എനിക്ക് വേണം അപ്പൊ സംഭവം വളരെ 10 മിനിറ്റിന് വേണ്ടു വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അത് എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ സംഭവം സെറ്റാ അപ്പൊ നമ്മൾ കണ്ട സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പൊ അത് വീഡിയോസ് ഒക്കെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ ഇന്നും പറഞ്ഞ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോസ് ഒക്കെ ഓക്കെ ബൈ ബൈ